കേരളം അതിസമർത്ഥരുടെ നാടാണ് എന്നാണ് പൊതുവെ ഇന്ത്യയിലെല്ലാമുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 4 പ്രധാനമന്ത്രിമാർ, ജവഹർലാൽ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള 4 പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെല്ലാം കേരളീയരായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം, നമ്മൾ അങ്ങനെയുള്ള മിടുക്കന്മാരൊന്നുമല്ല, നമ്മൾ മരമണ്ടന്മാരാണെന്ന് വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ട്. അത് വേറെ ആരുമല്ല, ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ ആ വിശ്വാസത്തിന് ന്യായമായ കാരണമുണ്ട്. 2021 ഇലക്ഷനിൽ അവർ ജയിക്കുമെന്ന് അവർക്ക് തന്നെ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആ ഗവൺമെൻറ് നടത്തിയിരുന്നില്ല. പക്ഷെ കിറ്റ് കൊടുത്തു. കിറ്റായിരുന്നു പ്രചരണത്തിൽ അവർ മുന്നിൽ നിർത്തിയിരുന്നത്. കിറ്റും അതുപോലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയുള്ള കുറേ അപവാദങ്ങളും, വന്ധ്യവയോധികനെ പറ്റിയുള്ള ആ മനുഷ്യനെ പറ്റിയുള്ള അപവാദങ്ങളും അവർ കൊഴിപ്പിച്ചു. ആ പ്രചരണ കൊഴുപ്പിൽ അവർക്ക് ഇലക്ഷൻ കിട്ടി. അവർ തന്നെ ഞെട്ടിപ്പോയി. വീണ്ടും 5 വർഷം അവർ ഭരിച്ചു. കെടുകാര്യസ്ഥതയുടെ കാര്യം, കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ അവർ താറുമാറാക്കി. 6 ലക്ഷം രൂപ കടമായി. അപ്പോൾ ഈ 2026 വീണ്ടും ഇലക്ഷനായപ്പോഴത്തേനും അവർ വളരെ കോൺഫിഡൻ്റാണ്. കാരണം വികസനത്തെപ്പറ്റിയുള്ള പ്രചരണങ്ങൾ നിരന്തരമായിട്ട് പത്രത്തിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ടി വിയിൽ കൂടി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഹൈജാക്ക് ചെയ്ത് ഇലക്ഷൻ ജയിക്കാമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മാർച്ച് 5 ഹിന്ദു പത്രത്തിലെ ഫ്രണ്ട് 2 പേജുകളിൽ കോർപ്പറേറ്റ്സുകൾ കൊടുക്കുന്ന പോലുള്ള പരസ്യം കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു. അതിലാദ്യം പറഞ്ഞിരുന്ന 2000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു എന്ന് കേട്ടാണ്. ഇത് കേട്ടാൽ നമുക്ക് തോന്നും, ഈ സൂര്യനെ പോലും ഇവർ ഈ വിലയ്ക്ക് വാങ്ങിച്ച് അതിൽ നിന്നുള്ള എനർജി നമുക്ക് 1000 മെഗാവാട്ടായിട്ട് തന്നതാണ്. അപ്പോൾ ഏതായാലും സൂര്യനെ കൂടി അവർ വിലയ്ക്ക് മേടിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നു എന്ന് അവർ പറഞ്ഞില്ല. അതായിരുന്നു സോളാർ വിപ്ലവം, എനർജി വിപ്ലവം. അതായിരുന്നു അവരുടെ ഒന്നാമത്തെ വികസന നേട്ടമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ വികസന നേട്ടമായിട്ട് അവർ പറഞ്ഞത് KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലേക്ക്. സത്യം പറഞ്ഞത് കണ്ടപ്പോഴത്തേന് ഞാൻ ഞടുങ്ങിപ്പോയി. 10-40 വർഷമായിട്ട് നഷ്ടത്തിൽ കൂപ്പ് കുത്തുന്ന ആണ് KSRTC. KSRTCയുടെ സഞ്ചിത കടമെന്ന് പറയുന്നത് 17,000 കോടിയാണ്. ഒരു ദിവസത്തെ അവരുടെ ബാലൻസ്, ചിലവാണ് കൂടുതൽ, ചിലവ് മൈനസ് വരവ് എന്ന് പറയുന്നത് ഏതാണ്ട് 9 കോടി രൂപയാണ്. അതായത് ഒരു ദിവസം അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് 9 കോടി രൂപയാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ എത്രയോ മാസം കുടിശ്ശികയായി കിടന്നു. അവർ സമരം ചെയ്തു. എത്രയോ പെൻഷൻകാർക്ക് 3-4-5 മാസം കൂടുമ്പോഴാണ് അവർക്ക് പെൻഷൻ കിട്ടുന്നത്. എത്രയോ പെൻഷൻകാരെ അവർ ആത്മഹത്യ ചെയ്തു. ഈ പെൻഷൻകാരെക്കാട്ടിലും മോശമായ അവസ്ഥയാണ് KSRTCയുടെ വണ്ടികൾ. 8-10 വർഷം മുമ്പ് മേടിച്ച വണ്ടികളാണ് ഇന്ന് ഫാസ്റ്റായിട്ടും സൂപ്പർ ഫാസ്റ്റുമായിട്ട് ഓടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ വണ്ടികൾ, ഈ റൂട്ടിലോടുന്ന വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും KSRTCയുടെ അവസ്ഥ എന്താണ്, എത്രയോ നഷ്ടത്തിലാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഗവൺമെൻറ് പരസ്യം കൊടുക്കുകയാണ് KSRTC ലാഭത്തിലേക്ക്. ഈ KSRTC ലാഭത്തിലാക്കാൻ ഇത് 4 കോർപ്പറേഷൻസായിട്ട്, റീജിയണൽ കോർപ്പറേഷൻസായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഒരു ഗതാഗത സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ഖന്ന സ്റ്റഡി നടത്തി ഒരു 10-12 വർഷം മുമ്പ് പറഞ്ഞതാണ്. ആ സ്റ്റഡി നടത്തിയിരുന്നു. അങ്ങനെയുടെ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കുറേയെങ്കിലും ഇതിൻ്റെ നഷ്ടം കുറയുമായിരുന്നു. പക്ഷേ അതിനൊന്നും ഇവർക്ക് സമയമില്ല. അവർക്ക് ഈ നുണപ്രചരണങ്ങൾ പടച്ചു വിടാനേ സമയമുള്ളൂ. അപ്പം അതായിരുന്നു രണ്ടാമത്തെ നുണവികസന പ്രചരണം എന്ന് പറയുന്നതാണ് KSRTC ലാഭത്തിലേക്ക്. അടുത്ത വികസനമായിട്ട് അവർ ഹിന്ദു പേപ്പറിൽ പറഞ്ഞിരുന്നത് ദേശീയ പാതാ വികസനം പൂർണ്ണതയിലേക്ക്. ഇതതിൻ്റെ രസമായ കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയ പാതാ വികസനം നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയതാണ്. അന്ന്
അതിനെ ഏറ്റവും എതിർത്തത് ഇവിടുത്തെ ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. വടക്കൻ ജില്ലകളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണം അവർ തുടങ്ങി. 45 മീറ്റർ എന്നുള്ള നാഷണൽ ഹൈവേയുടെ സ്പെസിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, 30 മീറ്റർ വീതിയിൽ കൂടുതൽ ഇവിടെ നാഷണൽ ഹൈവേ പണിതാൽ ഇവിടെ തീ കത്തിക്കൂ എന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭണമായിരുന്നു. അങ്ങനെ അവർ എത്രയോ വർഷം തടഞ്ഞിട്ടു. നാഷണൽ ഹൈവേക്കാരും അത് നടത്താതെ പുറകോട്ട് മാറി. അപ്പം അവരുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പ് കണ്ടാണ് അവർ മടുത്ത് പുറകോട്ട് മാറിയത്. പക്ഷേ പിണറായി ഗവൺമെൻറ് വന്ന ഉടനെ അവർ പ്ലേറ്റ് തിരിച്ചു. പിണറായി മോഡിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, 45 മീറ്ററാണ്, 45 മീറ്റർ വീതിയിൽ നമുക്കത് പണിയാം. അപ്പോൾ നാഷണൽ ഹൈവേയും നല്ലൊരു പണി വെച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഡിലേ ചെയ്തതാണ്, സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഒരു 25% പൈസ കൂടി നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നെങ്കിൽ ആ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഇതേതാണ്ട് അവർ ശിക്ഷ പോലെ തന്നതാണ്. അങ്ങനെ 500 കോടി രൂപ അത് സർക്കാരിൻ്റെ പൈസ ഇതിൽ കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത് നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പിന് വേണ്ടി കൊടുത്തു. അപ്പോഴത് നമ്മൾ നോക്കിയാൽ അറിയാം, നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഈ 75,000 കോടി 80,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ വെറും 500 കോടി രൂപ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. പൈസയുടെ 95-90% അവരാണ് മുടക്കുന്നത്. അവരുടെ എൻജിനീയേഴ്സാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ. ഇതെല്ലാം പൂർണ്ണതയിലേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഇവരുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നേട്ടമായിട്ട്, വലിയ നേട്ടമായിട്ട് ആണ് നമ്മുടെ കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ഇവരുടെ പ്രചരണങ്ങൾ പറയുന്നത്. പണ്ടാരാണ്ട് പറഞ്ഞു 8 കാലുമ്പം മൂഞ്ഞ് പറയുന്നു, നാട്ടിലെവിടെയെങ്കിലും ഗർഭമുണ്ടായാൽ ഞമ്മൻ്റേതാണെന്ന് പറയുന്ന രീതിയാണ് ഈ ഇടതു മുന്നണിക്കുള്ളത്. അതുമാത്രമല്ല, അവരുടെ സ്ഥിരം നയം ഇതാണ്, ഉടക്കാക്കി വെടക്കാക്കുക. ഏത് പദ്ധതി വന്നാലും, കേന്ദ്ര ഗവൺമെൻറ് ഏത് പദ്ധതി വന്നാലും അതിനെ ഉടക്കി കോൺഗ്രസ് ഭരിക്കുമ്പോഴത് ഉടക്കിയിടുക, പിന്നെ വരുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട് ജയിക്കുക, എന്നിട്ട് അവരുടെ നേട്ടമായിട്ട് പറയുക. ഇത് ഉടക്കാക്കി വെടക്കാക്കുക എന്നുള്ളതാണ് അവരുടെ മാർക്സിയൻ ചിന്താഗതി തന്നെ. അടുത്തത് ഇത് തന്നെ, ഗെയിൽ പദ്ധതി ഞങ്ങൾ തീർത്തു. ഗെയിൽ പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര പദ്ധതിയായിരുന്നു. അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശക്തമായ എതിർപ്പുമായിട്ട് അവർ നിന്നതാണ്. അന്നും അവർ പറയുന്ന കാരണം ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നാൽ ഭൂഗർഭ ബോംബാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ കടലിൽ കൂടെ ഇടണം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഇന്ന് മന്ത്രിയാണ്. ഏതായാലും ഭരണം മാറിയതോടുകൂടി പിണറായി പോയി സാഷ്ടാംഗം മോഡിയുടെ കാലിൽ വീണു. ഗെയിൽ പദ്ധതി വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്തു. അതും ഇപ്പോൾ അവരുടെ നേട്ടമായിട്ടാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഇതിനുള്ള എതിർപ്പ് നമ്മുടെ നാടിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, അതുകൊണ്ട് നാടിനാണ് പ്രയോജനം എന്നുള്ള ചിന്താഗതിയോടുകൂടി ഇടതു മുന്നണിക്കാരുന്നെങ്കിൽ ഈ പദ്ധതിയൊക്കെ ഒരു 3-4 വർഷം മുമ്പ് തീരുമാനിക്കുന്നു. പിന്നെ ഹിന്ദു പത്രത്തിൽ വന്ന അടുത്ത വലിയ പരസ്യമാണ് എന്നെ സ്തംഭിപ്പിച്ചു കളഞ്ഞത്. ജീവനക്കാരുടെ ശമ്പളവും അവരുടെ ബത്തയുമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം കുടിശ്ശികയില്ലാതെ കൊടുക്കുന്നു. ഇത് കേട്ടാൽ കേരളത്തിലെ 5 ലക്ഷം ജീവനക്കാർ അല്ലെ പെൻഷൻകാർ ഞെട്ടിപ്പോവും. ഹാർട്ടിന് പ്രശ്നമുള്ളവരാണ്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. അത്ര കടുപ്പൻ നുണയാണിത്. ജീവനക്കാർക്ക് എത്രയോ വർഷമായിട്ട് DA കൊടുക്കുന്നില്ല. 4-5 ഇൻസ്റ്റോൾമെൻറ്റ് DA ആണ് ഇപ്പോഴും കൊടുക്കാനുള്ളത്. ഏതാണ്ട് 1,25,000 കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് കഴിഞ്ഞ 3 വർഷത്തെ കൊടുക്കാനുണ്ട്. അത് അവസാനം ഇവർ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഓർഡർ ഇറക്കി. അതാണ് ഏറ്റവും നാണം കെട്ട ഓർഡർ. ഈ DA കൊടുക്കുമെന്ന് ഓർഡർ ഇട്ടു. പക്ഷേ അത് എന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. 8 ഇൻസ്റ്റോൾമെൻ്റായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഇൻസ്റ്റോൾമെൻറ്റിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അതായത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് പോവുക, അതേ സമയം തന്നെ ഞങ്ങൾ സാങ്ഷൻ ചെയ്യുകയാണെന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ എത്രയോ നാണം കെട്ട അവസ്ഥയാണ്. ഇതൊക്കെയല്ലേ സത്യം പറഞ്ഞാൽ ചെറ്റത്തരം എന്ന് പറയുന്നത്? ഇതൊക്കെയല്ലേ? അല്ല, സുധാകരൻ ആലപ്പുഴ ഇവരുടെ കൂടെ ഒന്ന് പോയെന്നാണോ ചെറ്റത്തരം? ഇതുപോലെ ഈ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുകയും ഒഴിയേണ്ട അടുത്ത് നിന്നൊക്കെ സൂക്ഷ്മമായി ഒഴിയുകയും ചെയ്യുന്ന ഇതൊക്കെയല്ലേ ഈ ചെറ്റത്തരം എന്ന് പറയുന്നത്? അതോ സുധാകരൻ കാണിച്ചാണോ ചെറ്റത്തരം? ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളും മൊത്തമാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്.
അത് രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 3 കോടി ജനങ്ങളെ ഉള്ളൂ. മൊത്തം ഇന്ത്യയിലുള്ള 160 കോടി ജനങ്ങൾ, 3 കോടി ജനങ്ങളോ മറ്റോ കേരളത്തിലുള്ളൂ. പക്ഷേ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നുണയന്മാരുടെ ഒരു ഗ്രൂപ്പുള്ളത് എന്ന് അഭിമാനിക്കാം. ഞാൻ പറയുന്ന കോൺഗ്രസ്സുകാർ, നിങ്ങളും ഇതുപോലെ ആദ്യം നുണകൾ പഠിക്കണം. നല്ലൊരു കടുപ്പത്തിൽ നുണകൾ പഠിക്കാൻ, നുണകൾ പറയാൻ പഠിച്ചില്ലേ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പൊന്നുമില്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു നുണയൻ സംസ്ഥാനം എന്ന പദവി നമുക്ക് നേടാം.